2025 കോളിവുഡിനൊരു മോശം വർഷമായിരുന്നെങ്കിലും കുറേ നല്ല ചെറിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ ഇന്നലെ കണ്ടു. പടത്തിൻ്റെ പേര് കിസ്. കിസ് എന്ന് കേട്ട് ആരും ഞെട്ടാൻ നിൽക്കണ്ട. ഇത് ഒരു അഡൽട്ട് കോമഡി പടമൊന്നുമല്ല. ഇതൊരു കോമഡി റൊമാൻറ്റിക് ഫാൻറ്റസി മൂവിയാണ്. പടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മോശം പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ തമിഴ് പടത്തിനകത്തുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് സീൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പടം അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻജോയബിൾ ഒരു ഫ്ലിക്കായിട്ട് തോന്നി. എടുത്തു പറയേണ്ടതായ പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നും പടത്തിനകത്ത് ഇല്ലെങ്കിലും പടം എടുത്തു വെച്ചിരിക്കുന്ന രീതി അത്യാവശ്യം നല്ലതാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ നല്ല അത്യാവശ്യം കോമഡി റൊമാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. പിന്നെ കുറേ ഡ്രാമാറ്റിക് സംഭവങ്ങളുണ്ട്, സീൻസ് ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും അത്ര വലിയ മോശമായിട്ട് നമുക്ക് തോന്നത്തൊന്നുമില്ല. ഇവിടെ കുറേ ക്രിഞ്ച് സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കുറേ ക്രിഞ്ച് കാണിക്കുന്നതിനൊപ്പം കുറച്ച് കോമഡിയും കൂടെ കുത്തിക്കയറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പോലത്തെ ഒരു സെറ്റപ്പ് അല്ല, കോമഡിയും കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഫാൻറ്റസി എലമെന്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാൻറ്റസി ടച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം മുമ്പോട്ട് പോകുന്നു. നല്ല രസമുണ്ട് കാണാൻ. സംഭവം വേറെ ഒന്നുമില്ല, ഈ നായകന് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കപ്പിൾസ് കിസ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ, കപ്പിൾസിന് ആരെങ്കിലും കിസ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അവരുടെ ഫ്യൂച്ചർ അറിയാൻ പറ്റും. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് വിരോധിയാണ്. പുള്ളിക്ക് ലവ് ആരോടും തോന്നത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. കഥയുടെ തുടക്കം തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അത് കണ്ടു കഴിയുമ്പോൾ കണക്ട് ആവുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഈ ലവ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഇവരെ പിരിയിക്കാൻ നടക്കും. അതാണ് കഥയുടെ ഒരു ഇതിവൃത്തം. പക്ഷേ പുള്ളിക്ക് ഈ പറയുന്ന പവർ കിട്ടുകയും അതുപോലെ പുള്ളി നായകനെ കാണുകയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ഫാൻറ്റസി എലമെന്റും കാര്യങ്ങളൊക്കെ വന്ന് പടം ഒരു ഇച്ചിരി ക്ലച്ച് പിടിച്ചങ്ങ് പോകും. ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ച് ലോ ആയി പോയി. എന്ന് വെച്ചാൽ കുറച്ച് സംഭവങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെന്ന് മാത്രം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കിട്ടുന്നില്ല. എന്നാലും കൊള്ളാം. പടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പൊട്ടപ്പടം ഇറങ്ങിയ വർഷമായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ മികച്ച ഒരു സംഭവം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ടല്ലോ, ഒരു കോമഡി ആ ഒരു രീതിയിൽ പോകുന്നത് അതേപോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അത് തീമൊന്നും അല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. പക്ഷെ അങ്ങനത്തെ ഒരു പടമൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയത്തക്ക രീതിയിൽ നല്ല പാട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മ്യൂസിക്കൊക്കെ ചുമ്മാ ഒരു ആവറേജ് നിലവാരമാണ് എനിക്ക് തോന്നിയുള്ളൂ. കുഴപ്പമില്ല, പടത്തിന് അത്യാവശ്യം രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടോ. നായകൻ കവിനാണെങ്കിലും നായിക പ്രീതി അസ്രാനെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ പേര് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. അത്യാവശ്യം നല്ല റൊമാൻസും കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെയാണ്. പിന്നെ എനിക്ക് ആകെ വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ട് ഓർമ്മ തോന്നിയത് ഒരു ജിമ്മിൽ വെച്ചൊരു സീനുണ്ട്. കുറച്ച് നേരമുണ്ട്, ഒരു 1.5 മിനിറ്റ് ഒരു സീനുണ്ട്. അത് ഭയങ്കര വെറുപ്പിക്കലായിട്ട് തോന്നി. അവിടെ നിന്ന് നമുക്ക് കുറേ അത്യാവശ്യമില്ലാത്ത കുറേ സീൻസൊക്കെ ഉണ്ട് പടത്തിനകത്ത്. എന്നിരുന്നാലും അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാം. കുറേ കൂറപ്പടങ്ങൾ കാണുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ചൊന്നും പറ്റാവുന്നില്ല. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കണ്ടുണ്ട് പടം. അത്യാവശ്യം കുഴപ്പമില്ല. സമയമുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തു. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.